നമസ്കാരം. മെലോഡി രണ്ട് രാഷ്ട്രത്തലവന്മാരുടെ കോംബോ ഈ രീതിയിൽ വൈറലാവുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും പേരുകൾ ലോപിച്ചാണ് ആരാധകർ മെലോഡി ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ അവർ തമ്മിലുള്ള മിഠായി നയതന്ത്രം ലോകം ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ സൗഹൃദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും വിമർശനമുണ്ട്. മോദിയെ പോലെ മെലോഡിയും തീവ്ര വലതുപക്ഷമാണ്. രണ്ടുപേരും മുസ്ലിം വിരുദ്ധത പറയാറുണ്ട്. ദേശീയത, കുടിയേറ്റ വിരുദ്ധത, കുടുംബ സങ്കല്പം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരേ ആശയക്കാരാണിവർ. എന്തിനധികം രണ്ടുപേരുടെ വിദ്യാഭ്യാസ യോഗ്യതയും വിവാദമാണ്. അതിശയിപ്പിക്കുന്ന സാമ്യമാണ് ഇവർ തമ്മിലുള്ളത്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു ടീം മെലോഡി വഴി എത്തുന്ന ശതകോടികളുടെ വികസനത്തെക്കുറിച്ച്. കഷ്ടതകളേറെയുള്ള ബാല്യമായിരുന്നു മെലോണിയുടേത്. മോദിക്ക് സമാനമായി കുട്ടിക്കാലത്ത് അവർ ചായ വിൽപ്പന വരെ നടത്തിയിട്ടുണ്ട്. മെലോണി കത്തോലിക്ക മൗലികവാദമെങ്കിൽ ഇവിടെ ഹിന്ദുത്വമാണ് മോദിയുടെ തുറുപ്പുചീട്ടെന്ന് പറയേണ്ടതില്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്ന അതിതീവ്ര വലത് സർക്കാരാണ് ജോർജിയ മെലോണിയുടേത്. ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന അതിതീവ്ര വലതു പാർട്ടിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ്. ഫാസിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മുസോളിനിയാണ് മെലോണിയുടെ ആരാധ്യ പുരുഷൻ. ഇസ്ലാമിന് യൂറോപ്പിൽ സ്ഥാനമില്ലെന്ന് മെലോണി അടുത്തിടെ പരസ്യമായി പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു. അതുപോലെ അവർ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും എതിരാണ്. കുടിയേറ്റത്തെയും ക്രിസ്ത്യൻ കുടുംബത്തിന്റെ സംരക്ഷണത്തെയും കുറിച്ചുള്ള അവരുടെ കടുത്ത വീക്ഷണങ്ങൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടും അവർ നയം മാറ്റിയില്ല. വാടക ഗർഭധാരണത്തെയും ഗർഭഛിദ്രത്തെയും അവർ അതിശക്തമായി എതിർക്കുന്നു. ഫാസിസ്റ്റുകളായ രണ്ട് നേതാക്കളുടെ സൗഹൃദം എന്ന രീതിയിൽ ഇടതുപക്ഷ സർക്കിളുകളിൽ ഇത് വ്യാപകമായി വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷം ട്രോളുന്നത് പോലെയാണോ? മെലോഡി സൗഹൃദത്തിലൂടെ കോടികളുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ചൈനീസ് ഭീഷണി പരിഹരിക്കാൻ തൊട്ട് ഇന്ത്യൻ നഴ്സുമാരുടെ യൂറോപ്യൻ കുടിയേറ്റം സുഗമമാക്കുന്നത് വരെയുള്ള നിരവധി കരാറുകളാണ് ഈ രണ്ട് നേതാക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നരേന്ദ്രമോദി കണ്ടതും ഒരു പാക്കറ്റ് മിഠായി സമ്മാനമായി കൊടുത്തതുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്. പാർലെ മെലഡി ട്രോഫീസിന്റെ ഒരു പാക്കറ്റാണ് മോദി സമ്മാനിച്ചത്. ഈ വീഡിയോ മെലോണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ലക്ഷക്കണക്കിന് പേരാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. മോദിയുടെയും മെലോണിയുടെയും പേരുകൾ സംയോജിപ്പിച്ച് മെലോഡി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമാവുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. മോദിയുടെ മിഠായി നയതന്ത്രം വൈറലായത് ഓഹരി വിപണിയെയും സ്വാധീനിച്ചു. നിക്ഷേപകർ പാർലയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഓഹരി വില അപ്പർ സർക്യൂട്ടിൽ എത്തുകയും ചെയ്തു. 5% മുകളിലാണ് ഓഹരി വില ഉയർന്നത്. പ്രശസ്തമായ പാർലെ-ജി ബിസ്ക്കറ്റിന്റെ നിർമ്മാതാക്കളായ പാർലെ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മെലഡി മിഠായിയുടെ നിർമ്മാതാക്കൾ. ഈ കമ്പനിയാകട്ടെ ഓഹരി വിപണി ലിസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നിക്ഷേപകർ വാങ്ങിക്കൂട്ടിയ ഓഹരികളോ? അവിടെയാണ് ട്വിസ്റ്റ്. നിക്ഷേപകർ ഒഴുകിയെത്തിയത് പാർലെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഓഹരികൾ വാങ്ങാനാണ്. 1983 സ്ഥാപിതമായ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പാർലെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇവർക്ക് മിഠായി നിർമ്മിക്കുന്ന പാർലെ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊന്നും അറിയാതെ പേരിലെ സാമ്യം കൊണ്ട് മാത്രം നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. വെറും 25 കോടി രൂപ വിപണി മൂല്യമുള്ള കമ്പനിയാണിത്. ഡിസംബർ പാദത്തിൽ 15 ലക്ഷം രൂപ മാത്രമായിരുന്നു കമ്പനിയുടെ വരുമാനം. അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. ഒറ്റ മിഠായി കൊണ്ട് ലോകത്തിലെ ഓഹരി വിപണി വരെ ചലിപ്പിക്കത്തക്ക രീതിയിലുള്ളതായി മെലോഡി കോംബോ മാറി. ഇത് വ്യക്തിപരമായ ഒരു സൗഹൃദമല്ല. രണ്ട് രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾക്ക് വളരെയധികം ഗുണമാണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളായും ഇറ്റലി മാറിയിരിക്കുകയാണ്. ഭാരതവും ഇറ്റലിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ഇനി മുതൽ പ്രത്യേകം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വഴിമാറുമെന്നാണ് ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാട്ടുന്നത്. റോമിൽ വെച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ സുപ്രധാന ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നിർണായക നയതന്ത്ര മാറ്റം പരസ്യപ്പെടുത്തിയത്. പരസ്പര സഹകരണത്തിന് ശക്തമായ അടിത്തറയും വ്യക്തമായ ദിശാബോധവും നൽകുന്നതിനായി ഇന്ത്യ ഇറ്റലി സംയുക്ത തന്ത്രപരമായ പ്രവർത്തന പദ്ധതി 2025-2029 ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. നിലവിൽ 14 ബില്യൺ യൂറോയിലേക്കുള്ള ഉഭയകക്ഷി വ്യാപാരം 2029ഓടെ 20 ബില്യൺ യൂറോ എന്ന വൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി ശ്രമിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര കരാറിലെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് ജോർജിയ മെലോണി വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ നിലവിൽ 400-ലധികം ഇറ്റാലിയൻ കമ്പനികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. നിലവിൽ 200ഓളം ഇറ്റാലിയൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലാദ്യമായി ഇത്രയും ശക്തവും ഉയർന്നതുമായ തലത്തിൽ എത്തി നിൽക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ജോർജിയ മെലോണി പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ 7 കൂടിക്കാഴ്ചകളാണ് ഈ ബന്ധം ഇത്രത്തോളം ഊഷ്മളമാക്കിയത്. പരസ്പര ബഹുമാനത്തിലൂന്നിയുള്ള ഈ വ്യക്തിപരമായ സൗഹൃദം ഒട്ടനവധി പ്രതിസന്ധികളിൽ വേഗത്തിലും ഫലപ്രദമായും തീരുമാനങ്ങളെടുക്കാൻ സഹായകരമായിട്ടുണ്ട്. വർഷങ്ങളായി ഭരണത്തിലിരുന്നിട്ടും ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി മോദിക്കുള്ള ജനപ്രീതിയും അദ്ദേഹത്തിന്റെ പ്രായോഗികമായ നേതൃപാടവത്തെയും മെലോണി പ്രത്യേകം പ്രശംസിച്ചു.
വ്യാപാരത്തിനപ്പുറം സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ പദ്ധതികളും ചർച്ചയായി. സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായി ന്യൂഡൽഹി കേന്ദ്രീകരിച്ച ഒരു പ്രത്യേക ഹബ്ബ് രൂപീകരിക്കും. ഇന്നോവേറ്റ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ കേന്ദ്രം നിലവിൽ വരുന്നത്. നിർദ്ദിഷ്ട കർമ്മ പദ്ധതികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും ഇരു നേതാക്കളും ഉറപ്പ് നൽകി. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് ഇറ്റലി നൽകുന്ന ശക്തമായ പിന്തുണ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൽ ഇന്ത്യക്കൊരു ശക്തമായ കൂട്ടാളിയെ കിട്ടുകയാണ്. ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാന നേട്ടം പ്രതിരോധ സഹകരണമാണ്. ഇരു രാജ്യങ്ങളും സംയുക്തമായി സൈനിക ഹെലികോപ്റ്ററുകളും സമുദ്ര പ്രതിരോധ സാമഗ്രികളും ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ കരാറിലെത്തി. ഇറ്റലിക്ക് പ്രതിരോധ വ്യോമയാന മേഖലകളിൽ അതീവ പുരോഗതിയുള്ള സാങ്കേതിക വിദ്യയുണ്ട്. സംയുക്ത നിർമ്മാണം വഴി ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ കമ്പനികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഭാവിയിൽ സ്വന്തമായി അത്യാധുനിക ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനുള്ള ഇന്ത്യയുടെ ശേഷി ഇത് വർദ്ധിപ്പിക്കും. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കും. പൊതു സ്വകാര്യ മേഖലയിലെ നിരവധി ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാനും ഇത് കാരണമാകും. ഹെലികോപ്റ്ററുകളും സമുദ്ര പ്രതിരോധ സാമഗ്രികളും നിർമ്മിക്കുന്നതിനായി പുതിയ ഫാക്ടറികളും വിതരണ ശൃംഖലകളും ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടും. ഇത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും മറ്റ് തൊഴിലാളികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയ തുക വിദേശ നാണ്യമായി ഇന്ത്യക്ക് ചെലവഴിക്കേണ്ടി വരാറുണ്ട്. ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിലൂടെ ഈ പണം രാജ്യത്ത് തന്നെ നിലനിൽക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താവുകയും ചെയ്യും. സംയുക്തമായി നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകളും സമുദ്ര പ്രതിരോധ സാമഗ്രികളും ഇന്ത്യയുടെ സൈന്യത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇവ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും കരാർ അനുവദിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയെ ഒരു പ്രധാന ആയുധ കയറ്റുമതി രാജ്യമാക്കി മാറ്റും. ഇന്തോ പസഫിക് മേഖലയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനീസ് നാവികസേനയുടെ സ്വാധീനം കൂടി വരികയാണ്. ഇറ്റലിയുടെ സഹായത്തോടെയുള്ള അത്യാധുനിക സമുദ്ര പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നത് വഴി ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കുകയും സമുദ്ര അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്യും. മാത്രമല്ല, നേരത്തെ ചൈനയുടെ പ്രസ്റ്റീജ് പദ്ധതിയായ ബിൽറ്റ് റോഡ് പദ്ധതിയിൽ നിന്ന് ഇറ്റലി പിന്മാറിയതും ഓർക്കേണ്ടതാണ്. ചൈനയ്ക്ക് പകരം ഇന്ത്യയെയാണ് ഇറ്റലി കാണുന്നതെന്നും വ്യക്തം. അത്യാധുനിക ചിപ്പുകളും സെമി കണ്ടക്ടറുകളും നിർമ്മിക്കാൻ ആവശ്യമായ അപൂർവ ഇനങ്ങളുടെ വിതരണത്തിനായി പ്രത്യേക പങ്കാളിത്തം ഉറപ്പാക്കി. ഇന്ത്യൻ സമുദ്ര ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഇറ്റലിയിലേക്ക് കയറ്റി അയക്കാനുള്ള കരാറും ഇതിലൂടെ സാധ്യമായി. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഒപ്പുവെച്ച മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് കരാർ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ സാങ്കേതിക മേഖലകളിലുള്ളവർക്ക് യൂറോപ്പിലേക്ക് സുരക്ഷിതമായി കുടിയേറാനുള്ള വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. കടുത്ത നഴ്സിംഗ് ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള 10,000 നഴ്സുമാരെയാണ് ഇറ്റലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇറ്റാലിയൻ ഭാഷാ തടസ്സം മറികടക്കാൻ ഇറ്റാലിയൻ സർക്കാരിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെ പ്രത്യേക ലാംഗ്വേജ് സെൻ്ററുകൾ സ്ഥാപിക്കും. ഇന്ത്യൻ നഴ്സിംഗ് ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും എളുപ്പത്തിൽ ഇറ്റലിയിൽ അംഗീകരിക്കുന്നതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവും ഒരുങ്ങും. താൽക്കാലികമായോ സീസണലായോ അല്ലാതെ ഇറ്റലിയിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കായി എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾ ഓരോ വർഷവും പ്രത്യേക വിസ കോട്ട ഇപ്പോൾ ഇറ്റലി അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അടുത്ത 3 വർഷങ്ങളിലായി വിദേശ പ്രൊഫഷണലുകൾക്കായി ഇറ്റലി അനുവദിക്കുന്ന 5 ലക്ഷത്തോളം വർക്ക് വിസകളിൽ വലിയൊരു പങ്ക് ഇന്ത്യക്കാർക്ക് അനുകൂലമായി ലഭിക്കാൻ ഈ കരാർ സഹായിക്കും. ഇറ്റലിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജോലി കണ്ടെത്തുന്നതിനായി 12 മാസം വരെ താൽക്കാലിക താമസാനുമതി കരാർ ഉറപ്പു നൽകുന്നു. ഇറ്റാലിയൻ കമ്പനികളിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നതിനും പ്രൊഫഷണൽ പരിശീലനം നേടുന്നതിനും വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കും. ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏജന്റുമാരുടെയോ ഇടനിലക്കാരുടെയോ ചൂഷണമില്ലാതെ നിയമപരമായ സുരക്ഷിത പാത ഒരുക്കുന്നു എന്നതാണ്. വ്യാജ വിസ തട്ടിപ്പുകൾ തടയുന്നതിനും നിയമവിരുദ്ധ കുടിയേറ്റം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര മന്ത്രാലയങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കും. UK പോലും ഇല്ലാത്ത കനത്ത ശമ്പളമാണ് ഇറ്റലി നേഴ്സുമാർക്ക് നൽകുന്നത്. തുടക്കക്കാരനായ ഒരു നേഴ്സിന്റെ ശമ്പളം പ്രതിമാസം ഏകദേശം 1,500 യൂറോ മുതൽ 1,900 യൂറോ വരെ വരും. ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഇത് 1,35,000 രൂപ മുതൽ 1,70,000 രൂപ വരെയാണ്. പ്രവൃത്തി പരിചയം കൂടുന്നതിനനുസരിച്ച് ഇത് പ്രതിമാസം 2,200 യൂറോ മുതൽ 2,800 യൂറോ വരെ ഉയർന്നേക്കും. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം വരെ. സാധാരണയായി വർഷത്തിൽ 13 അല്ലെങ്കിൽ 14 തവണ ശമ്പളം ലഭിക്കാറുണ്ട്. കൂടാതെ ഷിഫ്റ്റ് അലവൻസുകൾ, ഓവർ ടൈം തുക, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ഇതിലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ മോദി മെലോണി സൗഹൃദം മലയാളി നേഴ്സുമാർക്ക് കൂടി ഗുണകരമാണ്. ഒരു കാലത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നീട് മെയ്ഡ് ഇൻ ചൈനയായി. പക്ഷേ ഇനി വരാൻ പോകുന്നത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. ഇറ്റലിക്കും ഈ കരാർ കൊണ്ട് വലിയ നേട്ടമുണ്ട്. ഇന്ത്യയുടെ ഭീമാകാരമായ ആഭ്യന്തര വിപണിയിലേക്ക് ഇറ്റാലിയൻ കമ്പനികൾക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. നിലവിൽ 800-ലധികം ഇറ്റാലിയൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കമ്പനികൾ ഇവിടേക്ക് കടന്നു വരികയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇറ്റാലിയൻ ഓട്ടോമൊബൈൽ, മെഷീനറി, ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് ഇന്ത്യയിൽ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്താം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറാൻ ഇറ്റലിക്ക് സാധിക്കും. പക്ഷേ ഇറ്റലി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല.
അത് രാജ്യത്തിന് പ്രായമാവുന്നു എന്നതാണ്. അതായത് അധ്വാനശേഷി കൂടുതലുള്ള യുവതലമുറയുടെ എണ്ണം കുറയുന്നു എന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള IT, ആരോഗ്യ വിദഗ്ധരുടെ സേവനം ഇറ്റലിക്ക് ഗുണകരമാകും. ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഇറ്റാലിയൻ കമ്പനികളെ സഹായിക്കാനായി ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക ധനസഹായ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ വലിയൊരു നിര കമ്പനികൾ വരും വർഷങ്ങളിൽ ഇന്ത്യയിലെത്തും. ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി മാത്രം 5.70 ബില്യൺ യൂറോയാണ്, ഏകദേശം 51,000 കോടി രൂപ. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 9.42% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ അനുകൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറ്റലി തങ്ങളുടെ നിക്ഷേപം 500 മില്യൺ യൂറോ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിനകം തന്നെ ഇറ്റാലിയൻ കമ്പനികൾ 3.66 ബില്യൺ US ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ ചൈനയ്ക്ക് ബദലായി സുരക്ഷിതമായി ഒരു നിർമ്മാണ കേന്ദ്രം കണ്ടെത്തുക വഴി തങ്ങളുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും വലിയൊരു വിപണി ഉറപ്പാക്കാനും സാധിക്കുന്നതിലൂടെ ഇറ്റാലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരും വർഷങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അധിക സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ മെയ്ഡ് ഇൻ ഇറ്റലി എന്നത് ഇന്ത്യയിൽ സുപരിചിതമായ വാക്കാണ്. കാർബൺ മലിനീകരണം കുറയ്ക്കാനുള്ള ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയും വലിയ തോതിലുള്ള സോളാർ വിൻഡ് എനർജി പ്രോജക്റ്റുകളുടെ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് നൽകിയത് ഇറ്റലിയാണ്. വിളവെടുപ്പിന് ശേഷമുള്ള ഭക്ഷ്യധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കാനും സംസ്കരിക്കാനുമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച കോൾഡ് ചെയിൻ പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾ ഇറ്റലി ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കർഷകർക്ക് വലിയ സഹായമാണ്. ടെക്സ്റ്റൈൽ, മാർബിൾ, ഗ്രാനൈറ്റ് സംസ്കരണം, ഓട്ടോമൊബൈൽ നിർമ്മാണം എന്നിവയ്ക്കുള്ള അത്യാധുനിക ഓട്ടോമേറ്റഡ് യന്ത്രങ്ങൾ ഇറ്റലിയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ റെയിൽവേ നവീകരണത്തിനും മെട്രോ ട്രെയിനുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇറ്റാലിയൻ സിഗ്നലിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പുരാതന സ്മാരകങ്ങളും ചരിത്രരേഖകളും ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതിനും ഇറ്റലി ഇന്ത്യയെ സഹായിക്കുന്നു. പുതിയ കരാറുകളോടെ കൂടുതൽ ഇറ്റാലിയൻ സഹായം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള മികച്ച കെമിസ്ട്രി കേവലം വ്യക്തിപരമല്ല, മറിച്ച് ഇന്ത്യയുടെ ഉൽപ്പാദന പ്രതിരോധ ശേഷിയും ഇറ്റലിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പരസ്പരം സംയോജിപ്പിക്കുന്ന വലിയൊരു തന്ത്രപരമായ വിജയമാണ്. അത് മനസ്സിലാക്കാതെയാണ് മലയാളികൾ ഈ സംഭവത്തെ ട്രോളിക്കൊല്ലുന്നത്.